എയർ ഇന്ത്യ വിമാനം 787-ന്റെ ആക്സിഡന്റിനെ കുറിച്ച് നിരവധി തിയറികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനകത്ത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വന്നിരുന്ന ഒരു തിയറി എന്ന് പറയുന്നത് ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ ആണ്. അതായത് 2 എഞ്ചിനും ഫെയിലായി എന്നുള്ളൊരു കാരണമാണ്. പിന്നീട് പറയുന്നത് ഒരു പൈലറ്റ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ടിക്ടോക്ക് ആള് ക്യാപ്റ്റൻ സ്റ്റീവ് എന്ന് പറയുന്ന വ്യക്തി ഇനീഷ്യലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഏകദേശം ഈ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഒരു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ റിലീസാവുകയും ആ വീഡിയോ അദ്ദേഹം ഒന്ന് റിവ്യൂ ചെയ്തിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെൻഷൻ ചെയ്തതിനകത്ത് പ്രധാനമായിട്ടും അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ അല്ലെങ്കിൽ ഫ്ലാപ്പ് സെറ്റ് ചെയ്തത് കറക്റ്റ് അല്ലായിരുന്നു, ഒരു പൈലറ്റ് എറർ എന്നുള്ള രീതിയിലായിരുന്നു ഇനീഷ്യലി ഉള്ള വീഡിയോയ്ക്കകത്തുള്ള പുള്ളിയുടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊരു വീഡിയോ റിലീസായതിനു ശേഷം അദ്ദേഹം ആ വീഡിയോ റിവ്യൂ ചെയ്തിരുന്നു. ആ റിവ്യൂവിനകത്ത് ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തിരുന്ന ഒരു വേർഡാണ് റാറ്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് റാറ്റ്, അല്ലെങ്കിൽ എന്താണ് ഈ ആക്സിഡൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ്. അപ്പം നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യാനുള്ളത് ഈ പറയുന്ന വീഡിയോ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് വന്ന വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വൽ റോ വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോകളെല്ലാം തന്നെ ആരെങ്കിലും ഒരു സ്ക്രീൻ റെക്കോർഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്യാമറയിൽ പകർത്തിയതായിട്ടുള്ള വീഡിയോസാണ്. ഇന്നാണ് അതിൻ്റെ ഒറിജിനൽ റോ വീഡിയോസ് വന്നിരുന്നത്. ഈ റോ വീഡിയോ വന്നപ്പോൾ തന്നെ അതിനകത്ത് പ്രധാനമായിട്ടും കണ്ട ഒരു ചേഞ്ച്, അതായത് ഈ റാറ്റ് എന്ന് പറയുന്ന സംഭവം, റാറ്റ് ഡിപ്ലോയിഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ റാറ്റ്, അല്ലെങ്കിൽ റാറ്റിൻ്റെ കൊണ്ടുള്ള യൂസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് പറയുന്നത് വിഷ്വലി റാറ്റ് ഡിപ്ലോയിഡ്, ആ ഒരു വീഡിയോയിൽ നിന്ന് വളരെ ക്ലിയർ ആണ് റാറ്റ് ഡിപ്ലോയിഡ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഈ റാറ്റ് ഡിപ്ലോയ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫങ്ഷൻ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ എമർജൻസി ജനറേറ്റർ എന്നാണ്. ഈ റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ജനറേറ്റർ, അത്രയും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ്. അതൊരു ചെറിയൊരു വിൻഡ് മില്ല് പോലെ, ഒരു സ്മോൾ വിൻഡ് മിൽ കൈൻഡ് ഓഫ് എ തിങ് നമ്മുടെ ഒരു ഇതിൻ്റെ ടയറിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്നു. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കൊടുക്കാം ജസ്റ്റ് ഫോർ റെഫറൻസ്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരണമെങ്കിൽ, അതായത് ഒരു റാറ്റ് പോലുള്ള ഒരു സംഭവം ഡിപ്ലോയ് ആവണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണമായിട്ട് പുള്ളി പറയുന്നത് ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ ആണ്. അതായത് 2 എഞ്ചിനും ഫെയിലായ സമയത്താണ് ഈ റാറ്റ് പോലുള്ള ഒരു എമർജൻസി സംഭവം ഡിപ്ലോയ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത്രയും ഒരു 500 ഫീറ്റ് അല്ലെങ്കിൽ 650 ഫീറ്റിനകത്ത് റാറ്റ് ഡിപ്ലോയ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇതിനു മുമ്പ് ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പിന്നീട് ഈ ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയറിനകത്ത് മെയിനായിട്ട് ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ എങ്ങനെ വരാമെന്നല്ലേ. ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ മെയിനായിട്ട് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ് സ്ട്രൈക്ക് ആയിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന ഒരു സമയത്ത് എവിടെയെങ്കിലും ഒരു ബേർഡിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു പ്രസൻസ് എവിടെയും തന്നെ കണ്ടിട്ടില്ലെന്നുള്ളതാണ്. പിന്നീട് പൈലറ്റ് എററും ഈ ഒരു വീഡിയോയോടുകൂടി പൈലറ്റ് എറർ എന്നുള്ളത് ആ ഒരു തിയറി കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം വെരി വിസിബിൾ ആണ്, അതൊരു ടേക്ക് ഓഫിന് ശേഷം ഒരു ത്രസ്റ്റ് കിട്ടാതെ തന്നെ പെട്ടെന്ന് തന്നെ വിമാനത്തിൻ്റെ കൺട്രോൾ പോയതാണ് കാരണം. അല്ലാണ്ട് പൈലറ്റിൻ്റെ എറർ ആവാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. പിന്നീട് ഈ ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയറിനകത്ത് ഇപ്പോൾ നമുക്കൊരു റീസൺ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ, അത് 2 വിമാനത്തിൻ്റെ എപ്പോഴും പറയുന്ന ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് 2 എഞ്ചിനുണ്ട്. അതായത് ഒരു എഞ്ചിൻ ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ എഞ്ചിനിൽ ആ വിമാനത്തിന് പറക്കാൻ കഴിയും. ഇനി 2 എഞ്ചിനും കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുപോലെ റാറ്റ് പോലുള്ള സംഭവങ്ങൾ ഡിപ്ലോയ് ചെയ്ത് ഒരു പവർ കൊടുത്ത് ഗ്ലൈഡ് ചെയ്ത് വിമാനം ഇറക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് ഈ ഒരു ടേക്ക് ഓഫും ഈ ഒരു ആക്സിഡൻറ്റും തമ്മിൽ 2 മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു ആൾട്ടിറ്റ്യൂഡ്, അതായത് റാറ്റ് ഡിപ്ലോയ് ചെയ്ത് ഈ വിമാനം സേവ് ചെയ്യാനുള്ള ആൾട്ടിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ട് ഇതിനകത്തൊരു പ്രശ്നമായിട്ട് വന്നത്. ഇനി എന്തുകൊണ്ടാണ് ഡബിൾ എഞ്ചിൻ ഫെയിലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ എഞ്ചിൻ ഫെയിലിയർ വന്നാൽ അതിനുള്ള കാരണം എന്താണ്?
അതിൻ്റെ മെയിനായിട്ട് പറയുന്നത് ഫ്യൂവൽ കണ്ടാമിനേഷനാണ്. അതായത് ഫ്യൂവലിനകത്തുള്ള എന്തെങ്കിലും ഒരു കണ്ടാമിനേറ്റ് ആയി കെട്ടിക്കിടന്ന് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആവാം എന്നൊരു തിയറി വരുന്നുണ്ട്. പിന്നെ സെൻസർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫെയിലിയർ, എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ട് ഇത് കേടാവാനായിട്ടും സിസ്റ്റം ഒന്നും വർക്കാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ മാസീവ് സിസ്റ്റം ഫെയിലിയറിനകത്ത് മോഡേൺ 787 ഒട്ടും വരാൻ സാധ്യതയില്ല എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ് ഈ മാസീവ് സിസ്റ്റം ഫെയിലിയേഴ്സ് എന്നുള്ള ഒരു കാര്യം. അത് ഡ്രീം ലൈനർ മറ്റേ വിമാനങ്ങളിൽ. പിന്നെ ഇപ്പം ഫൈനലായിട്ട് അദ്ദേഹം, കാരണം ഈ ക്യാപ്റ്റൻ സ്റ്റീവിൻ്റെ വീഡിയോ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ട് ഇനി മുമ്പും ഏവിയേഷൻ രംഗത്ത് പല കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ആളുടെ തിയറീസും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഒരു ക്ലോസ് ആണ്. ഒരു ബ്ലാക്ക് ബോക്സ് ഡേറ്റ വരുന്ന സമയത്ത് ഈ ഒരു ന്യൂസ് പുള്ളി പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആണ്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഫാക്റ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു എപ്പോഴും ക്യാപ്റ്റൻ സ്റ്റീവിൻ്റെ വീഡിയോസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തത്. അപ്പോൾ പുള്ളി 100% പറയുന്നില്ലെങ്കിലും നൗ പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഹി നൗ ഫേംലി ബിലീവ്സ് ഇറ്റ് വാസ് എ ഡ്യുവൽ എൻജിൻ ഫെയിലിയർ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ആക്സിഡൻ്റൽ ഫ്ലാപ്പ് റേസ് അല്ലെങ്കിൽ ഇനീഷ്യലി പറഞ്ഞ കാര്യങ്ങളെല്ലാം പുള്ളി സെക്കൻഡ് അല്ലെങ്കിൽ ഒരു തേർഡ് റീസണായിട്ട് മാറ്റിയ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഒരു സംഭവം, ഇനീഷ്യലി ഈ ആക്സിഡൻറ്റിൻ്റെ കോസ് ഡ്യുവൽ എൻജിൻ ഫെയിലിയർ തന്നെ എന്ന് ആണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡേറ്റ, ഈ ഒരു വിമാനാപകടം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഈ വിമാനാപകടത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് എൻ്റെ ഒരു ഫൈനൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടുകിട്ടിയാൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുള്ളൂ. എക്സ്പേർട്സിൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഈ കണ്ട വീഡിയോയിൽ ഈ റാറ്റ് ഡിപ്ലോയിഡ് ആണെന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആണ് അതൊരു ടെക്നിക്കൽ ഇഷ്യൂ തന്നെയായിരുന്നു എന്നുള്ളത്. എന്തു തന്നെയായാലും ഒരു അപ്ഡേറ്റഡ് പോഡ്കാസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ പോഡ്കാസ്റ്റ് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഒന്ന് ഫൈനൽ ഒരു എന്താണ് ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി എല്ലാം കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അറിയാൻ കഴിയുന്നതെന്ന് നോക്കിയിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.